നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാർ ആൾക്കൂട്ടമർദ്ദനം അന്വേഷണം ഏറ്റെടുത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച്. അട്ടപ്പള്ളത്ത് ആൾക്കൂട്ടമർദ്ദനമേറ്റ് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു. കേസിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ചയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഭയ്യ ക്രൂരമർദ്ദനമേറ്റ് മരിച്ചത്. മോഷ്ടാവാണെന്ന് സംശയിച്ചാണ് ആൾക്കൂട്ടം ഇയാളെ മർദ്ദിച്ചത്. വിജയ് ഹസാര ട്രോഫി സഞ്ജു ടീമിൽ. വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിനെ രോഹൻ കുന്നുമൽ നയിക്കും. 19 അംഗ ടീമിൽ സഞ്ജു സാംസൺ, വിഷ്ണു വിനോദ്, മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ, നിതീഷ് MD തുടങ്ങിയ മുതിർന്ന താരങ്ങൾക്കൊപ്പം KCL ഉൾപ്പെടെ തിളങ്ങിയ യുവതാരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 24 മുതൽ ജനുവരി 8 വരെ അഹമ്മദാബാദിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ നടക്കുന്നത്. A ഗ്രൂപ്പിലാണ് കേരളം കളിക്കുന്നത്. ത്രിപുരയുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, പോണ്ടിച്ചേരി, തമിഴ്നാട് എന്നീ ടീമുകളുമായാണ് കേരളത്തിന്റെ മറ്റു മത്സരങ്ങൾ. അമയ് ഖുറേസിയാണ് കേരളത്തിന്റെ പരിശീലകൻ. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്ന് 67,000 തീർത്ഥാടകർ ദർശനം നടത്തി. മണ്ഡലപൂജയ്ക്ക് ഒരാഴ്ച മാത്രം ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 2 ദിവസവും 1 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നു. കരിമലയും പുല്ലുമേടും അടക്കമുള്ള കാനനപാതകളിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വൻ വർധനമുണ്ട്. 18-ാം പടി, സോപാനം, തിരുമുറ്റം, മാളികപ്പുറം എന്നിവിടങ്ങളിൽ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. പിടിച്ചുകയറ്റാനുള്ള സൗകര്യത്തിന് മാളികപ്പുറങ്ങളും കുട്ടി അയ്യപ്പന്മാരും 18-ാം പടിയുടെ വശങ്ങളിലൂടെ പടികയറണമെന്നും പോലീസ് നിർദ്ദേശമുണ്ട്. ഹരിപ്പാട് CPM ലോക്കൽ കമ്മിറ്റി അംഗം രാജിവെച്ചു. ചേപ്പാട് പഞ്ചായത്തിൽ LDF വിമതയായി ജയിച്ച അംഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള CPM തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം രാജിവെച്ചത്. ചേപ്പാട് പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി അംഗവും 14-ാം വാർഡിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയുമായ ബിന്ദു രാജേന്ദ്രനാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്. കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറിക്കാണ് രാജിക്കത്ത് നൽകിയത്. 13-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് റിബലായി മത്സരിക്കുകയും ഒരു ജാതി സംഘടനയുടെ വക്താവായി നിലകൊള്ളുകയും ചെയ്ത T തുളസിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ പറയുന്നു. പാർട്ടി നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതായും ബിന്ദു രാജേന്ദ്രൻ ആരോപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, NREG വർക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാനങ്ങളും ഇവർ ഒഴിഞ്ഞു. ഗുരുസ്വാമി എന്ന വ്യാജേന ദക്ഷിണ വാങ്ങി. 1 ലക്ഷത്തോളം രൂപയുമായി 2 പേർ പിടിയിൽ. ഗുരുസ്വാമി എന്ന വ്യാജേന തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 2 പേരിൽ നിന്ന് പണം പിടിച്ചെടുത്തു. ചെന്നൈയ, വെങ്കടേശ്വരൻ എന്നിവരെയാണ് സന്നിധാനത്ത് നിന്നും ദേവസ്വം വിജിലൻസും ഷാഡോ സംഘവും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ നിന്ന് 94,860 രൂപ പിടികൂടി. ഈ മാസം 10-നാണ് ഇരുവരും സന്നിധാനത്തെത്തിയത്. തുടർന്ന് 11 മുതൽ പണം വാങ്ങുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെയും കയ്യിൽ നിന്നും പണം കണ്ടെടുത്തത്.